മോർണിംഗിൽ ബ്രഷ് ചെയ്യുന്ന സമയം മുതൽ ഈ ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് വരുന്ന പെയിൻ, അത് കൃത്യമായിട്ട് പെയിൻ ഉള്ളവർക്കറിയാം. അവിടുന്ന് 2 വിരലിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഈ ബെൽറ്റ് സെൻറ്ററിൽ വെച്ച് ഒരു മീഡിയം ടൈറ്റിലായിട്ട് ചുറ്റുക. രാത്രി ഉറങ്ങുമ്പോൾ അഴിക്കുക. ജോലി ചെയ്യുമ്പോൾ എന്തായാലും ഇടണം. റെസ്റ്റ് ടൈമാണെങ്കിലും നടക്കുകയാണെങ്കിലും ഒക്കെ ഇടണം. ഫുൾ റെസ്റ്റാണ്. രോഗം നമുക്ക് വന്നു കഴിഞ്ഞാൽ, പെയിൻ വന്നു കഴിഞ്ഞാൽ 1 വീക്കെങ്കിലും മരുന്നിനോടൊപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യണം. പ്രവാസ ലോകത്ത് ആ റെസ്റ്റ് കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ. നാട്ടിൽ വന്ന് ചികിത്സിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രോഗങ്ങൾ വരുന്നത് ഒട്ടും സൗകര്യമില്ലാത്ത കിച്ചൺ. നമ്മൾ റൂമിലടക്കം, പ്രവാസ ലോകത്തുണ്ട്, റൂമിലടക്കം ചെറിയൊരു ടാബിളിൽ കിച്ചൺ. ഒട്ടും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പരിമിതിയിൽ നമ്മൾ ജോലി ചെയ്യുക. അത് ടൈറ്റായിട്ടുള്ള സ്റ്റയറിങ്. അങ്ങനെ നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇൻഷാ അല്ലാഹ് അസുഖം ഭേദമായാൽ തിരിച്ചു വരും. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. 3ാമത് ഒരു ഡോക്ടറെ കാണിച്ചു. മെഡിസിനൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ഗൾഫിൽ നിന്ന് കാണിച്ച ഡോക്ടർ, 2ാമത് കാണിച്ച ഡോക്ടർ നമുക്ക് നമ്മുടെ രോഗം എന്താണെന്നുള്ളത് നിർണ്ണയിച്ചു തന്നു. മെഡിസിൻ നമുക്ക് വല്ലാണ്ട് എഫക്റ്റ് ചെയ്തില്ല, ഗുണം ചെയ്തില്ല. അപ്പോൾ നാട്ടിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ചു. അതിൻ്റെ കുറിപ്പ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. എൻ്റെ ഒരു ഏജ് 43 വെച്ചിട്ടുള്ള മെഡിസിനാണ് കുറിച്ച് വെച്ചിരിക്കുന്നത്. ആ കുറിപ്പ് മുന്നേ ഞാൻ കാണിച്ച ഡോക്ടറുടെ അതുമായി ബന്ധപ്പെട്ട മെഡിസിൻ ഞാൻ കൊടുത്തിരുന്നു. ഇനി കൊടുക്കാൻ പോകുന്നത് നാട്ടിൽ വന്ന് കാണിച്ച ഡോക്ടറുടെ കുറിപ്പുകളാണ്. പക്ഷേ അത് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ രോഗം വരാൻ കൂടുതലും കാരണമാകുന്നത് നമ്മൾ സൗകര്യങ്ങളില്ലാതെ ഉള്ള സൗകര്യത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് നമ്മുടെ കൈക്ക് ഉണ്ടായ ഈ പെയിൻ. കൂടുതലും പ്രവാസികൾക്കാണ് കൂടുതലും പെയിൻ വരുന്നതായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത്. പണ്ടത്തെ സൗകര്യങ്ങളുടെ കുറവായിരിക്കാം. ഇപ്പോൾ വളരെ പരിമിതിയാണ് സൗകര്യങ്ങളും. ഗൾഫിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഓരോ പ്രവാസികൾക്കും അറിയുന്നതാണ്. നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. വളരെ പരിമിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. ജോലിക്കപ്പുറത്തേക്ക് അവരുടെ താമസവും ഭക്ഷണവും വാഷിങ്ങും ഒക്കെ വളരെ പരിമിതിപ്പെട്ടുകൊണ്ടായിട്ടാണ്, പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെ അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. ആ ഒരു മാനസിക അസ്വസ്ഥത, അവർ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള സൗകര്യക്കുറവ്, ഇതെല്ലാം അവർക്ക് മെല്ലെ മെല്ലെ, വളരെ മെല്ലെ മെല്ലെയാണ് നമുക്ക് ഈ വേദനകൾ അനുഭവപ്പെടുന്നത്. കുറേ കഴിഞ്ഞ് നല്ല വേദനയിലേക്ക് ഇതെത്തും. ഞാൻ ജോലി കഴിഞ്ഞ് ഹാൻഡ് വാഷ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കുക്കിംഗ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. അതൊക്കെ വളരെ പരിമിതിയിലായിരുന്നു. ഒട്ടും സൗകര്യമില്ലാത്ത, കിച്ചൺ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു റൂമായിരുന്നു. അതിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ജോലികൾ വളരെ ഇടുങ്ങി ചെയ്യുന്ന, ബുദ്ധിമുട്ടി പ്രയാസപ്പെടുത്തി ചെയ്യുന്ന ഒത്തിരി ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ടെന്നീസ് കളിക്കുന്നവർക്ക് മാത്രമല്ല, ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് മാത്രമല്ല, വളരെ പരിമിതിയിൽ വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്നവർക്ക് ഒരു എന്താ പറയുക, ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നവർക്കാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. ഞാൻ ഒത്തിരി ഡ്രൈവേഴ്സിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർക്കും പെയിനുണ്ട്. എന്തുകൊണ്ടാണ് പെയിൻ വരുന്നത് എന്നുള്ളത് അവർക്ക് വ്യക്തമല്ല. ഞാൻ കൂടെ ഡോക്ടർമാരെ മാറി മാറി കാണിച്ച് ഡോക്ടറിൽ നിന്നുള്ള വ്യക്തമായ വിവരങ്ങളാണ് കിട്ടിയപ്പോൾ അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ കിച്ചണൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പരമാവധി കുക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ മെസ്സ് ഒക്കെ സംഘടിപ്പിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നല്ല ഫുഡുകൾ കഴിക്കുക. വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് ആരും ചിന്തിക്കാത്തത്. പക്ഷേ പെയിൻ വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാനും വളരെ പ്രയാസമാണ്. പിന്നെ ജോലി ചെയ്യാനും പറ്റില്ല. അത് ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണത്, പരിമിതിയിൽ ചെയ്യണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ. ഓക്കെ, പിന്നെ ഓരോരുത്തരുടെ ആരോഗ്യം അനുസരിച്ച് ചെയ്തു പോകും. പക്ഷേ അത് പിന്നീട് നമ്മുടെ പ്രായം, നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രയാസം അത് നമ്മളെ വല്ലാണ്ട് പിന്നീട് ബുദ്ധിമുട്ടിക്കും എന്നുള്ളതിന് ഞാനൊരു തെളിവാണ്. നമ്മൾ വളരെ ഹെൽത്തിയാണ്. പക്ഷേ നമുക്ക് ആ പരിമിതി ചെയ്ത് പിന്നീട് മെല്ലെ മെല്ലെ വേദനകൾ വന്നു, പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളിടത്തേക്ക് എല്ലാവരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യണം. ഇതിൻ്റെ കുറിപ്പുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.